كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, പ്രിയമുള്ളവരെ, ചികിത്സയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയമാണ് റുഖിയ ശർഇയ്യ ചികിത്സയോടൊപ്പം തിബ്ബുൻ നബിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സ. അത് ആ തിബ്ബുൻ നബിയിൽ പ്രാവീണ്യം നേടിയ ആളുകളാണ് അത് ചെയ്യേണ്ടത്. അതായത് രോഗിയെ ശാരീരികമായി ശുദ്ധീകരിക്കുക. റുഖിയ ഖുർആനിക ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് രോഗിയെ ചികിത്സിക്കുമ്പോൾ ഖുർആന ശബ്ദം രോഗി ശ്രവിക്കുകയും രോഗിയുടെ ആത്മാവിന്, ഹൃദയത്തിന് അതിൽ ശുദ്ധീകരണം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ രോഗി എന്ന നിലയ്ക്ക് രോഗിയുടെ ജഡം, രോഗിയുടെ ശരീരം, അതിൽ പ്രവാച വൈദ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ, ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ രോഗിയുടെ ശരീരം കൂടി ശുദ്ധീകരിക്കപ്പെടും. അത് ചികിത്സ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതിനൊരു കാരണമാണ്. അത് ഇങ്ങനെയാണ്: രോഗിയുടെ വയറ് ശുദ്ധീകരിക്കുക, രോഗിയുടെ നെഞ്ച് ശുദ്ധീകരിക്കുക. അതായത് കഫവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ രോഗിയെ ഛർദ്ദിപ്പിച്ച് രോഗിയുടെ കഫം പുറത്ത് കളയുക. അതുപോലെ തന്നെ വയറ് ശുദ്ധീകരിക്കാൻ പറ്റും. രോഗിക്ക് ലൂസ് മോഷൻ നൽകിക്കൊണ്ട് കെട്ടിക്കിടക്കുന്ന മലമോ മറ്റെന്തെങ്കിലും വയറിൽ തങ്ങിയിട്ടുള്ള സാധനങ്ങളോ ഉണ്ടെങ്കിൽ പുറത്ത് കളയാൻ വേണ്ടി വയറ് ശുദ്ധീകരിക്കാൻ പറ്റും. അതുപോലെ തലയിൽ കഫം തങ്ങിയിട്ടുണ്ടെങ്കിൽ നസ്യം ചെയ്തുകൊണ്ട് തലയെയും ശുദ്ധീകരിക്കാൻ പറ്റും. അതുപോലെ ഹിജാമ ചെയ്തുകൊണ്ട് രോഗിയുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ബ്ലഡ് ശുദ്ധീകരണവും ഇതോടൊപ്പം നടത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബോഡിയുമായി പൈശാചിക ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേർപെടുത്തുന്നതിന് ഈ പ്രവാചക വൈദ്യം ഇതിനോടൊപ്പം ചെയ്യുന്നത് കൊണ്ട് ഉപയോഗപ്പെടും. ഒപ്പം തന്നെ പ്രവാചക വൈദ്യത്തിൽ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ, തേന്, കരിഞ്ചീരകം, ഒലിവ് ഓയിൽ, അതുപോലെ സംസം വെള്ളം, അതുപോലെ സാധാരണ പച്ചവെള്ളം, ഇതൊക്കെ മന്ത്രിച്ചൂതിക്കൊണ്ട് ആ ഊതിയ മരുന്നുകളെ പിന്നീട് മന്ത്രത്തിന് ശേഷവും പല ദിനങ്ങൾ ഉപയോഗിക്കുന്ന വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ, കുളിക്കാനും കുടിക്കാനും ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാനും അത് പ്രവാചക വൈദ്യം പഠിച്ച ആൾ തന്നെ അതിൻ്റെ കൃത്യമായ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അത് ഈ വൈദ്യം പഠിച്ച ആളെന്ന് പ്രത്യേകം പറയാൻ കാരണം, എല്ലാ രോഗികളിലും ഇത്തരം മരുന്നുകളും ചികിത്സകളും ഒരുപോലെ പ്രയോഗിക്കാൻ സാധ്യമല്ല. അത് ചില ദോഷങ്ങൾ ഉണ്ടായേക്കാം. രോഗി താമസിക്കുന്ന കാലാവസ്ഥ, രോഗിയുടെ പ്രകൃതം, അദ്ദേഹത്തിൻ്റെ ചൂട് പ്രകൃതമാണോ, ശാരീരികമായിട്ടുള്ള തണുത്ത പ്രകൃതമാണോ, അതല്ല പിത്തം, കഫം, രക്തം പോലുള്ള രോഗിയുടെ മറ്റ് ശാരീരിക അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങൾ, ചികിത്സകൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.